സത്യം എന്നത് നിങ്ങൾ പറയുന്നതല്ല, എന്താണോ അതാണ് സത്യം. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ഒരു നിയമം കൊണ്ടുവന്നു. ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവരെ തൂക്കിലേറ്റും. ഈ നിയമം ഡൽഹിയെ പിടിച്ചു കുലുക്കി. എല്ലാ ഡോക്ടർമാരും ഒത്തുകൂടി പറഞ്ഞു, നമ്മൾ രോഗികൾക്ക് ചില മരുന്നുകൾ കൊടുക്കുന്നു, എന്നിട്ട് ഇത് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം ഭേദമാകുമെന്ന് പറയുന്നു. ഇനി നാളെ അവരുടെ അസുഖം മാറിയില്ലെങ്കിൽ നമ്മളെ ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും. അത് കഴിഞ്ഞ് വ്യാപാരികൾ പറഞ്ഞു, നമ്മുടേതല്ല ഏറ്റവും മികച്ച സാധനമെന്നറിഞ്ഞിട്ടും ഇതാണ് ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരാണ് നമ്മുടെ സാധനങ്ങൾ വാങ്ങുക? നമ്മുടെ തൊഴിൽ അവസാനിച്ചു. എല്ലാ വ്യാപാരികളും വളരെ വിഷമിച്ചു. പിന്നീട് ജ്യോതിഷികൾ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നാളെ അത് ശരിയായി വന്നില്ലെങ്കിൽ നമ്മളെയും തൂക്കുമരത്തിലേക്ക് അയക്കും. അവരെല്ലാവരും കൂടി അക്ബറിന്റെ രാജധാനിയിലെ ബുദ്ധിമാനായ ബീർബലിനെ സമീപിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ, ഞങ്ങൾ എന്ത് ചെയ്യും? ബീർബൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ബീർബൽ കൊട്ടാരത്തിലേക്ക് പോയി. അകത്ത് കിടക്കാൻ ശ്രമിച്ചു. അംഗരക്ഷകരും കാവൽക്കാരും അയാളെ തടഞ്ഞു. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ തൂക്കുമരത്തിലേക്കാണ് പോകുന്നതെന്ന് അയാൾ പറഞ്ഞു. അത് കേട്ടവർ രാജാവിനോട് ബീർബൽ ഇങ്ങനെ പറഞ്ഞു എന്നറിയിച്ചു, ഞാൻ തൂക്കിലേറ്റപ്പെടാൻ പോകുകയാണെന്ന്. അയാളൊരു മന്ത്രിയാണ്, ചക്രവർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയുമാണ്. എന്നാൽ അതൊരു കള്ളമാണ്. രാജാവിന് അയാൾ കള്ളം പറഞ്ഞുവെന്ന് മനസ്സിലായി. നിങ്ങൾ അയാളെ തൂക്കിക്കൊന്നാൽ അയാൾ പറഞ്ഞത് ശരിയായി മാറും. ഇനി അയാളെ തൂക്കിലേറ്റിയില്ലെങ്കിൽ ആ നിയമം ഉപയോഗശൂന്യമാകും. അപ്പോൾ രാജാവിനത് വലിയ പ്രശ്നമായി മാറി. രാജാവ് എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്നതല്ല സത്യം, ഉള്ളതെന്തോ അതാണ് സത്യം. ആദിശങ്കരാചാര്യർ സത്യത്തെ വളരെ മനോഹരമായി നിർവചിച്ചു. സമയം ബാധിക്കാത്തതായി എന്താണോ ഉള്ളത് അതാണ് സത്യം. ഇന്നലെ എന്തോ ഒന്ന് സത്യമായിരുന്നു, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ അതിനെ സത്യമെന്ന് പറയാൻ കഴിയില്ല. അത് നിങ്ങളുടെ ധാരണയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ലോകം മുഴുവൻ സമയത്താൽ സ്വാധീനിക്കപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിനെ സമയം സ്വാധീനിക്കുന്നു. മനസ്സ് സമയത്തിൻ്റെ ഭാഗമാണ്. ഇതൊന്നും സത്യമല്ല.